മാവേലിക്കര ഗ്രേറ്റർ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ തണൽ പദ്ധതി ആരംഭിച്ചു. ഇതോടൊപ്പം ക്രിസ്മസ് പുതുവത്സരാഘോഷവും നടത്തി. ലയൺസ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ വിന്നി ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. മാവേലിക്കര ഗ്രേറ്റർ ലയൺസ് ക്ലബ്ബ് വഴിയോര കച്ചവടക്കാർക്ക് കൈത്താങ് നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച തണൽ പദ്ധതിയുടെ ഉദ്ഘാടനവും ക്രിസ്മസ് പുതുവത്സര ആഘോഷവും സംഘടിപ്പിച്ചു. ലയൺസ് സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ വിന്നി ഫിലിപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. ക്ലബിന്റെ കൂടെ ഒരു ഇൻവെസ്റ്റ്മെന്റ്, ക്ലബിന്റെ കൂടെ ഒരു സഹായം അവർ ചെയ്യും. അങ്ങനെയുള്ള ഏതൊക്കെ കാലത്ത് ഞാൻ ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്നപ്പോഴും അത് കഴിഞ്ഞിട്ടും ഒക്കെ GST കോർഡിനേറ്റർ ആയിരുന്നപ്പോഴൊക്കെ ഇവിടെ അങ്ങനെ ഞങ്ങൾ ആ സമയത്ത് ഡിസ്ട്രിക്റ്റിന്റെ സഹായമായിട്ട് വരുമ്പോൾ ക്ലബിന്റെ പ്രത്യേകമായ ഒരു സഹായം കൂടി ചേർത്ത് നമ്മൾ ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഒരു 25 പേർക്കുള്ള സഹായമാണ് എത്തിക്കുന്നതിൽ 50 പേർക്ക് ലഭിക്കത്തക്ക രീതി മാവേലിക്കര ഗ്രേറ്റർ അത് വാല്യൂ ആഡഡ് ആയി വർദ്ധിതമായി അവരെ ബാക്കിയുള്ളവരെ സഹായിക്കാനുള്ള വലിയ മനസ്സാണ് മാവേലിക്കര ലയൺസ് ക്ലബ്ബ് എന്നും കാണിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷം ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ ഗ്ലോബൽ സർവീസ് ടീമിന്റെ കോർഡിനേറ്റർ എന്ന നിലയ്ക്കായിരുന്നു ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുക. ഈ വർഷം നിങ്ങളുടെയൊക്കെ പരിപൂർണമായ പിന്തുണയും സഹകരണത്തോടു കൂടി 19ാമത്തെ നമ്മുടെ ഡിസ്ട്രിക്ട് കൺവെൻഷനിൽ നിങ്ങളുടെ സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണറായി ആ സ്ഥാനത്തേക്ക് നിങ്ങൾ എന്നെ ഉയർത്തി. തീർച്ചയായിട്ടും നിങ്ങൾ നൽകിയ വലിയ സ്നേഹത്തിന്, ആ വലിയ പിന്തുണയ്ക്ക് ഞാൻ ആദ്യമേ നിങ്ങളോട് നന്ദി പറയട്ടെ. നാം എപ്പോഴും ക്വാളിറ്റിയുള്ള പ്രവർത്തനങ്ങളെ പറ്റി പറഞ്ഞു. എന്തിനാണ് അങ്ങനെ നാം സൃഷ്ടിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് ഈ 2023-24 മുതൽ 2027 വരെ വലിയ ഒരു ദൗത്യം ഇന്റർനാഷണൽ ഹൗസ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അത് പേരിട്ടിരിക്കുന്ന മിഷൻ 1.5 എന്നാണ്. മിഷൻ 1.5 എന്ന് പറയുന്നത് കഴിഞ്ഞ 106 വർഷത്തെ ചരിത്രമുണ്ട്. നാം ഏതാണ്ട് 14 ലക്ഷം അംഗങ്ങളാണ് ലോകമാകമാനം. 50,000 ക്ലബുകളിൽ കൂടി 210 പരം രാജ്യങ്ങളിലൂടെ നാം മറ്റുള്ളവർക്ക് സഹായ സേവന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്ലബ് പ്രസിഡന്റ് ജെ ഗോപകുമാർ കണ്ടിയൂർ അധ്യക്ഷനായി. മുരളീധരൻ പിള്ള, ജേക്കബ് ജോസഫ്, VC ചാക്കോ, നാഗേന്ദ്രമണി, L വേണുഗോപാൽ, K ലാൽദാസ് എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ് മാവേലിക്കര.